ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മക്രൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം എടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ ചതച്ചെടുത്തത്. നല്ലപോലെ ഇതിൽ ചതച്ചെടുക്കാൻ പറ്റും. അപ്പം അത് നല്ലപോലെ ചതച്ചെടുത്ത് നമുക്ക് ഉള്ളി മുറിച്ചെടുക്കാം. നമുക്ക് നീളത്തിൽ ചെറുങ്ങനെ തടിയില്ലാണ്ട് കേട്ടോ അരിയേണ്ടത്. ഇങ്ങനെ ഉള്ളി അരിഞ്ഞെടുത്തതിന് ശേഷം തക്കാളി നമുക്ക് അതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ആ സമയം കൊണ്ട് മക്രൂണി പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായി കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഏകദേശം മനസ്സിലാവും. കുറേ സമയമൊന്നും വെച്ചുകൂടാ. നമുക്ക് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന ആ ടൈപ്പ് ആയിക്കൂടാ. അതിനു മുമ്പ് നമുക്ക് ഒന്ന് ഊറ്റിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. ഇനി നമുക്ക് നേരത്തെ വേവാൻ വെച്ച വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി അതില്ലേ നമ്മൾ ചതച്ച് വെച്ച് അതും കൂടെ ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നമ്മുടെ ഉള്ളിയുടെ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ച മക്രോണിയും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.